അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലാഹുവിന്റെ തീരുമാനത്തിനു മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുക, ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക? വിശുദ്ധ ഖുർആനിലെ 2-ാം ജുസിയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഒന്നുപോലും ബാക്കി വെക്കാതെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങുക, അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ ജുസ് 2-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് സത്യവിശ്വാസികളോടുള്ള അല്ലാഹുവിന്റെ വളരെ ശക്തമായൊരു കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും ഇസ്ലാമിന് സമർപ്പിക്കുക എന്നത്. ശരി, നമുക്ക് ആ ആയത്തിലേക്ക് തന്നെ പോകാം. സൂറത്തുൽ ബഖറയിലെ ഈയൊരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ അല്ലാഹു സത്യവിശ്വാസികളെ പേരെടുത്തു വിളിക്കുകയാണ്. ഓ വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മളോട് ആഹ്വാനം ചെയ്യാണ്. ഈ ആയത്തിലെ 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് അസ്സിൽം, അതായത് സമർപ്പണം, ഇസ്ലാം. രണ്ടാമത്തത് കാഫ, അതിനർത്ഥം പൂർണ്ണമായി, ഒന്നും തെരഞ്ഞെടുക്കാതെ, ഭാഗികമായിട്ടല്ലാതെ മൊത്തത്തിൽ എന്നാണ്. അപ്പോ അല്ലാഹു പറയുന്നതെന്താണ്? ദീനിലെ എളുപ്പമുള്ളതും നമുക്കിഷ്ടമുള്ളതുമായ കാര്യങ്ങൾ മാത്രം എടുക്കരുത്. അതിന്റെ പിന്നിലെ യുക്തി നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകൾക്കും നമ്മൾ പൂർണ്ണമായി കീഴടങ്ങണം. എന്നിട്ട് പറയുന്നു, പിശാചിന്റെ കാലടികളെ പിന്തുടരുകയും ചെയ്യരുത്. അപ്പോ ഇങ്ങനെ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ഘട്ടം വരും. അതെന്താണെന്നോ? ഈ സമർപ്പണം എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്. അല്ലാഹു ഖുർആനിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. പക്ഷെ ഒരു സന്തോഷവാർത്തയുണ്ട്. ഈ വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ ഒരൊറ്റ മാർഗ്ഗം മാത്രമേയുള്ളൂ. ഖുർആൻ തന്നെ ചില പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഭയം കൊണ്ട്, വിശപ്പുകൊണ്ട്, സമ്പത്തിലും ആരോഗ്യത്തിലും നമ്മുടെ വിളകളിലുമൊക്കെ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്ന പരീക്ഷണങ്ങളെ അല്ലാഹു നൽകുകയുള്ളൂ. അത് നമ്മളെ തകർക്കാനല്ല, മറിച്ച് അവനിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനാണ്. അപ്പോ എന്താണ് ഈ എല്ലാ പരീക്ഷണങ്ങളെയും ജയിക്കാനുള്ള ആ ഒരൊറ്റ വഴി? അതാണ് സൊബ്ർ, ക്ഷമയും സഹനവും. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അവന്റെ വായിൽ നിന്ന് ആദ്യം വരുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരിക്കും. അതായത് ഞാനും എനിക്കുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അവസാനം നമ്മളെല്ലാം അവനിലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലേണ്ടത് എന്ന പൂർണ്ണമായ ഒരു ബോധ്യം. ഈ സമർപ്പണത്തിന്റെ പരീക്ഷണം വ്യക്തികൾക്ക് മാത്രമല്ല വന്നത്. ഒരു സമൂഹം ഒന്നടങ്കം നേരിടേണ്ടി വന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ കിബ്ലയുടെ മാറ്റം. സംഭവം ഇതാണ്. മദീനയിലേക്ക് ഹിജ്റ പോയി ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ നമസ്കാരത്തിന്റെ ദിശ മാറ്റാൻ കൽപ്പന വന്നു. അതുവരെ ജെറുസലേമിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നവർ ഇനി മുതൽ മക്കയിലെ കാബയിലേക്ക് തിരിയണം. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല, വളരെ വലിയൊരു മാറ്റമായിരുന്നു. ഈയൊരു കൽപ്പന വന്നതും മദീനയിൽ ആകൊരിളക്കമുണ്ടായി. ഒരു ഫിത്ന എന്ന് തന്നെ പറയാം. കപടവിശ്വാസികൾ പറഞ്ഞു, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ദിശ തെറ്റായിരിക്കണമല്ലോന്ന്. യഹൂദികൾ കളിയാക്കി പഴയ പ്രവാചകന്മാരുടെ കിബ്ലയൊക്കെ ഉപേക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചു. പക്ഷേ യഥാർത്ഥ വിശ്വാസികളോ? അവരൊരു ചോദ്യവും ചോദിച്ചില്ല, കേട്ട ഉടനെ അനുസരിച്ചു. ആരാണ് അല്ലാഹുവിന്റെ കൽപ്പനയെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എന്ന് ആ ഒരൊറ്റ സംഭവം കൊണ്ട് എല്ലാവർക്കും വ്യക്തമായി. ഈ എല്ലാ സംശയങ്ങൾക്കുമുള്ള അല്ലാഹുവിന്റെ മറുപടി അത് വളരെ കൃത്യവും ശക്തവുമായിരുന്നു. പറയുക, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിൻ്റേതാണ്, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലേക്ക് നയിക്കുന്നു. അതായത് ദിശയല്ല പ്രധാനം, എല്ലാ ദിശകളുടെയും ഉടമസ്ഥനായ അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ പരീക്ഷണം ആളുകളെ വേർതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അതിനു പിന്നിൽ അല്ലാഹുവിന്റെ വലിയൊരു കാരുണ്യം കൂടിയുണ്ടായിരുന്നു. വിശ്വാസികൾക്ക് ഒരു ഉറപ്പ് നൽകൽ കൂടിയായിരുന്നു അത്. എന്തിനായിരുന്നു ഈ പരീക്ഷണം? ആരാണ് ഒരു ചോദ്യവും ചോദിക്കാതെ പ്രവാചകൻ മുഹമ്മദ് നബിയസ പിൻപറ്റുന്നതെന്നും ആരാണ് സംശയങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നതെന്നും വേർതിരിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അല്ലാഹുവിനിത് നേരത്തെ അറിയാമായിരുന്നു, എങ്കിലും സമൂഹത്തിനത് ബോധ്യപ്പെടണമായിരുന്നു. ഈ ഒരായത്തുണ്ടല്ലോ, അത് നൽകുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. ഖിബ്ല മാറുന്നതിന് മുൻപ് മരണപ്പെട്ടുപോയ സ്വഹാബികളുണ്ടായിരുന്നു. അവരുടെ നമസ്കാരത്തിന്റെ കാര്യം എന്താകും എന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊരു ആശങ്കയുണ്ടായി. അപ്പോഴാണ് അല്ലാഹു ഈ ആയത്തിറക്കിയത്. അവരുടെ ഈമാനിനെ, അതായത് അവരുടെ ആ നമസ്കാരത്തെ അല്ലാഹു ഒരിക്കലും പാഴാക്കിട്ടളയില്ല എന്ന് ഉറപ്പായിരുന്നു അത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉറപ്പെന്താണെന്നറിയോ?
ഒരു വിശ്വാസി ചെയ്യുന്നൊരു ത്യാഗവും അവന്റെ ഒരു സമർപ്പണവും അള്ളാഹു ഒരിക്കലും കാണാതെ പോകില്ല. നിങ്ങളുടെ ഓരോ അനുസരണത്തിനും അവന്റെ അടുത്ത് പ്രതിഫലമുണ്ട്. നിങ്ങളുടെ ഈമാൻ അവന്റെ അടുക്കൽ ഏറ്റവും സുരക്ഷിതമാണ്. ശരി, അപ്പോൾ 1400 വർഷം മുൻപുള്ള ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് എന്ത് പാഠമാണുള്ളത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് അങ്ങോട്ട് വരാം. നമ്മളും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത രൂപത്തിലായിരിക്കാം. ഗസ്സയിലെ നമ്മുടെ സഹോദരങ്ങളെപ്പോലെ ചിലർ കഷ്ടപ്പാടുകൾ കൊണ്ടും നഷ്ടങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടുന്നു. അവിടെ വേണ്ടത് സബ്റാണ്. എന്നാൽ നമ്മളിൽ പലരും സൗഭാഗ്യങ്ങൾ കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത്. അതുമൊരു വലിയ പരീക്ഷണമാണ്. അവിടെ വേണ്ടത് ശുക്ർ അഥവാ നന്ദിയാണ്. രണ്ടും അല്ലാഹുവിന്റെ തീരുമാനത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെയാണ് അളക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നതല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലായാലും, സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുക എന്നതാണ്: യാ അല്ലാ, നീ എന്നിൽ തൃപ്തനാണോ? കാരണം പരീക്ഷണങ്ങളല്ല, അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് അല്ലാഹുവിന്റെ അടുത്ത് പ്രധാനം. അപ്പോൾ അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നമുക്കുള്ള അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും എന്നും നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഈ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും തയ്യാറാണോ? നാളെ എന്ത് സംഭവിച്ചാലും, അതെന്തു തന്നെയായാലും അല്ലാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക.